ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ടിപ്പുമായിട്ടാണ്. അപ്പോൾ ഇതെന്തെന്ന് മനസ്സിലായി കാണുമല്ലോ, ഇത് നമ്മുടെ മുട്ടത്തോടാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി ടിപ്പാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മൾ പൊരിക്കാനൊക്കെ ആയിട്ട് എടുക്കുന്ന മുട്ടയുടെ തോടെടുക്കാം. പുഴുങ്ങിയ മുട്ടയുടെ അല്ല, മുട്ടത്തോട് എപ്പോഴും കുറച്ച് ഫ്രഷ് ആയിരിക്കണം. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് ഉണക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ മിക്സി ജാറില്ലേ, അതിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ചയൊക്കെ എപ്പോഴും തന്നെ പോകും. അപ്പോൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ നമ്മുടെ ബ്ലേഡിൻ്റെ മൂർച്ചയൊക്കെ നമുക്ക് കൂട്ടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടത്തോട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് മുട്ടത്തോടിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിവിടെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം. ഈ പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇനി കളയൊന്നും വേണ്ട കേട്ടോ, ഇതുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ വീട്ടിലെ ചെടികൾക്കൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. റോസാ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ വളർന്നു വന്ന് നന്നായിട്ട് തന്നെ ഫ്ലവറൊക്കെ ഉണ്ടായി കിട്ടും. അപ്പോൾ നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ മിക്സി ജാറിൻ്റെ അവസ്ഥ എന്തായെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഈ ജാറിൻ്റെ ഇടയ്ക്കോടെയൊക്കെ നമ്മുടെ മുട്ടത്തോടിൻ്റെ പൊടികളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് യാതൊരു പാടുമില്ല, നമുക്ക് ബ്രഷ് ഒന്നും ഉപയോഗിക്കേണ്ട, സോപ്പൊന്നും ഇല്ലാണ്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് കറക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിത് നോർമൽ വാട്ടറിൽ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ സോപ്പൊന്നും ഉപയോഗിക്കേണ്ട, അതുപോലെ തന്നെ ബ്രഷ് ഇട്ട് ഒന്നും അരച്ച് കഴുകേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നമുക്കിത് ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ അതുപോലെ ചെയ്തിട്ട് നോർമൽ വാട്ടറിൽ ഒന്ന് കഴുകി ഒന്ന് തുടച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മിക്സി ജാറിനൊക്കെ നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ബ്ലേഡിനൊക്കെ നല്ല കളറ് കിട്ടിയിട്ടുണ്ട്. മൂർച്ചയും നന്നായിട്ട് തന്നെ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ സ്ഥിരം പ്രശ്നമാണ് ഇതുപോലെ ബ്ലേഡിൻ്റെ മൂർച്ച പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട, ഇതുകൊണ്ട് ഷോപ്പിലേക്കൊന്നും പോകണ്ട. നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഈസി ആയിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. കുറച്ച് മുട്ടത്തോടുണ്ടെങ്കിൽ നമ്മുടെ മിക്സി നന്നായിട്ട് ക്ലീനായി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ബ്ലേഡിൻ്റെ മൂർച്ചയും കൂട്ടിയെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഒരാൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ബായ്.